രാവിലത്തെ ചായക്കടി ഉണ്ടാക്കി അതേ അടുപ്പിൽ തന്നെ പെട്ടെന്ന് ചോറ് വെക്കാനുള്ള കലവും വെള്ളം കൂടെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. അപ്പോൾ റേഷൻ കടയിലൊക്കെ ഒന്ന് പോകണമായിരുന്നേ. അതുകൊണ്ടാണ് രാവിലെ എല്ലാ ജോലിയും ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. വരുമ്പോൾ എന്തായാലും താമസിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. എടുത്ത് വെച്ചിട്ട് പിന്നെ അത് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റിയിട്ടില്ല, എഡിറ്റൊന്നും ചെയ്തിട്ടില്ലേ. അപ്പോൾ അതേ മീൻ കിട്ടിയിട്ടുള്ളത് നെത്തോലിയായിരുന്നു. തലേന്നേ കൊണ്ടുവന്നിട്ടുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐസൊക്കെ വിടാൻ കുറച്ച് പാടായിരുന്നേ. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പീര വറ്റിക്കാനായിട്ടോ പോകുന്നത്. കുറച്ച് പുളിമുളകും വെക്കും, മുളക് കറിയായിട്ടും വെക്കുന്നുണ്ട്, കുറച്ച് തോരനും വെക്കുന്നുണ്ട്, മീൻ പീര വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെത്തോലിയാണ്. നെത്തോലിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും ഒരു ശകലം ഇഞ്ചി ഇട്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 4-5 പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും അരഞ്ഞു പോകാതെ ഒന്ന് പരപര അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പീര വറ്റിക്കാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. മീൻ പുളി വെക്കാനുള്ള അരപ്പൊക്കെ കൂട്ടി അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ രണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പീരയ്ക്ക് ഒഴിക്കുന്നുണ്ട്, കറിക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കറി രണ്ടും ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി നന്നായിട്ടൊന്ന് മൊരിച്ച് മെഴുക്കുവരട്ടിയും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡിയായി കേട്ടോ. കുറച്ച് അച്ചാറും കൂടെയൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.